Hello everyone, I'm so glad to come and talk with you today. ഇന്ന് നിങ്ങളുടെ മുൻപാകെ കടന്നു വന്ന് ദൈവവചനത്തിന് സംസാരിപ്പാൻ സർവശക്തനായ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. For today, I just want to take your attention to one of the scripture from the Bible. That is from Gospel of Matthew chapter 8 verse 16 to 17. Okay? ദൈവവചനത്തിൽ നിന്ന് മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 16-17 വാക്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. When evening had come, they brought to him many who were demon-possessed. And he cast out the spirits with a word, and healed all who were sick, that it might be fulfilled which was spoken by Isaiah the prophet, saying, He himself took our infirmities and bore our sicknesses. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഹല്ലേലൂയ. സോ ഹിയർ ഐ ജസ്റ്റ് വാണ്ട് ടു പോയിന്റ് ടു one statement here. It says about a sentence. It says like, he cast out the spirits with a word. Spirits means the evil spirits. He cast out the evil spirit, the work of the evil spirit with a word. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, അല്ലെങ്കിൽ ദുരാത്മാവിൻ്റെ പ്രവൃത്തികളെ അവൻ പുറത്താക്കി. So it is very powerful thing, God, Jesus Christ, he casted out demons with a word. It is enough to cast it out. Okay, a word is enough to cast it out. ഇതിനൊരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കാൻ കഴിയും. സോ വാട്ട് ടൈപ്പ് ഓഫ് വേർഡ് ഇറ്റ് ഈസ്? The word means the word, backuping with the authority of God's word. Okay, നമ്മുടെ വാക്കുകളെന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ നിന്ന് പുറപ്പെടുന്നതായ വാക്കുകൾ. So you must have backupping with God's word on your words. ദൈവവചനത്തിൻ്റെ അധികാരം നിങ്ങളുടെ വാക്കുകളിൽ വെളിപ്പെട്ടാൽ ദുരാത്മാക്കളെ പുറത്താക്കാനായി കഴിയും. So that simple it is. So when you read in the scripture, the devil tried to tempt Jesus with different thoughts or words in the Bible. You can see in Matthew chapter 4. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കാനായി ചില ചിന്തകൾ അല്ലെങ്കിൽ വാക്കുകൾ ഇട്ടുകൊടുക്കുന്നത് കാണാനായി കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകളിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നത് കാണാനായി കഴിയും. ബട്ട് ജീസസ് യൂസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗാഡ് ആസ് എ സോർഡ് ആൻഡ് എ ഷീൽഡ്, ആൻഡ് വെൻ ഹി യൂസ്ഡ് ഇറ്റ് ത്രൂ ഹിസ് മൗത്ത് ബൈ സെയിങ് ഇറ്റ് ഈസ് റിട്ടൺ, the devil left in that temptation area on that particular point. Then he went to the another one test. Do you understand what I'm saying? നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, യേശു കർത്താവിൻ്റെ മുൻപാകെ ഒരു പരീക്ഷയുമായി അടുത്തു വരുമ്പോൾ യേശു കർത്താവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ദൈവവചനത്താൽ എന്ത് ചെയ്തത്? പിശാചിൻ്റെ വാക്കുകളെ ഖണ്ഡിച്ചത്. പിശാചിൻ്റെ വാക്കുകളെ ദൈവവചനത്താൽ ഖണ്ഡിച്ച ഉടനെ പിശാച് ആ വിഷയത്തെ പിന്നെ പിടിച്ചു നിൽക്കാതെ അതിനെ വിട്ടിട്ട് അതിൽ നിന്ന് മാറിപ്പോയിട്ട് വേറൊരു വിഷയവുമായി മുമ്പിലേക്ക് വന്നു. സോ അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ഗാഡ്സ് റിട്ടേൺ വേർഡ്. ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുക. വെൻ യു ടേക്ക് ദ വേർഡ്, ദ റിട്ടേൺ വേർഡ് ഓഫ് ഗാഡ് ഇൻ യുവർ മൗത്ത്, ഇറ്റ് ഈസ് ലൈക്ക് the word of God at presently active in the atmosphere. എഴുതപ്പെട്ട ദൈവവചനം നിങ്ങളുടെ അധരത്തിൽ വിശ്വാസത്തോടെ എടുക്കുമ്പോൾ അത് ജീവൻ്റെ വചനമായി, ജീവിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന വചനമായി നിങ്ങളുടെ അധരങ്ങളിലൂടെ എന്ത് ചെയ്യുകയാണ്? ദൈവം വെളിപ്പെടുമാറാക്കുകയാണ്. Okay, don't forget that. You must understand it very clearly. Word of God in your mouth, it is powerful. ദൈവവചനം നമ്മുടെ വായിൽ അധികാരമുള്ളവയാണ്, പ്രവർത്തിക്കുന്ന ഒന്നാണ്. So you can hold on the word of God as a sword and a shield according to the Bible. In Ephesians it says,
നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് ദൈവവചനം എങ്ങനെയാണ് ആത്മാവിൻ്റെ വാളായും പരിചയമായി ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. സോ വെൻ യു യൂസ് ദ വെപ്പൺ ഓഫ് ദ സോഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദ ഡെവിൾ ഫ്ലീസ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുക്കുമ്പോൾ പിശാച് വിരണ്ടോടുവാനിടയായിത്തീരും. വെൻ യു യൂസ് ദ ഷീൽഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ഇറ്റ് വിൽ ബ്രിങ് യു പ്രൊട്ടക്ഷൻ. ദൈവവചനം പരിചയമായി നിങ്ങൾ കരങ്ങളിലെടുക്കുമ്പോൾ, ജീവിതത്തിൽ അതിനെ മുറുകെ പിടിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ നിങ്ങളുടെ വിചാരങ്ങൾ അത് സുരക്ഷിതത്വം കൊണ്ടുവരും. സോ ഡോണ്ട് ഫോർഗെറ്റ്. സോ ഹിയർ ഇറ്റ് സേസ് ജീസസ് needed to deal with in certain sickness area. He needed to deal with the that source behind it, that infirmity, how it came from. It was some certain sickness came from the source of the devil. പിശാചിൻ്റെ സോഴ്സിലൂടെ കടന്നു വരപ്പെട്ട ബലഹീനതകളെ യേശു കണ്ടു. Okay, so now he needed to deal with that thing, the devil. So with the word of God, Jesus cast out the devils. ദൈവവചനത്താൽ യേശു ദുരാത്മാക്കളെ പുറത്താക്കി. So there are certain infirmities in the physically the people are facing, but there are demonic infirmities. That means not, I am not mean that the demonic possession. Okay, പിശാച് ഒരാളെ ബാധിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, but the demons are bringing sickness to the bodies or sending it as an arrow to the body, physical body. പിശാച് അതിനെ എന്ത് ചെയ്യുന്നു, ഒരു ബലഹീനതയെ കൊണ്ടിടാൻ ശ്രമിക്കുമായിരിക്കാം പുറത്തുനിന്ന്. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു, നോട്ട് ദ ഡെവിൾ. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിലുള്ളത് യേശു കർത്താവാണ്. പിശാചിന് നിങ്ങളുടെ ഉള്ളത്തിൽ അവകാശമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫ്രം ഔട്ട്സൈഡ് സോഴ്സ് ദർ മേ ബി എ കോസ് ദ ഡെവിൾ ഈസ് ട്രൈങ് ടു ബ്രിങ് ഇൻ ദ ഇൻഫർമിറ്റി ഓർ സിക്നസ് ഓർ സിറ്റുവേഷൻ. ബട്ട് വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ റെസിസ്റ്റ് ഇറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. റെസിസ്റ്റ് ഇറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ട പിശാച് ഒരു പക്ഷേ പുറത്തു നിന്ന് എന്ത് ചെയ്യാം, ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബലഹീനത, ബുദ്ധിമുട്ടുകൾ പുറത്ത് നയിക്കാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം എടുത്ത് എന്ത് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക. നിങ്ങൾ പറയുക, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം എന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു യേശു എൻ്റെ സൗഖ്യദായകനാണ്. നിങ്ങൾക്ക് ദൈവവചനം പറഞ്ഞ് എന്ത് ചെയ്യാം, പിശാചിൻ്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കാവുന്നതാണ്. സോ ഇഫ് യു റെസിസ്റ്റ് ദ ഡെവിൾ, വാട്ട് ദ ബൈബിൾ സേസ്. ഓക്കെ, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിന്നാൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഒരു ദൈവ പൈതലായി. If you are a child of God, if you said, Jesus, come into my life and forgive my sin, and if you became a child of God, നിങ്ങൾ യേശുവിനോട് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, ഞാൻ അങ്ങയുടെ പൈതലാകട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പൈതലായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിശാചിൻ്റെ പോരുകളെ എതിർത്ത് നിൽക്കാനായി കഴിയും, അതിനെ ശാസിക്കാനായി കഴിയും. Hallelujah. So when God's word says, if you resist the devil, what the Bible says, the outcome will come. നിങ്ങൾ പിശാചിനെ എതിർത്തുന്നത് എന്ത് സംഭവിക്കുന്ന പേര് എഴുതിയിരിക്കുന്നത്. ജെയിംസ് ചാപ്റ്റർ 4:7 says, യാക്കോബ് 4:7 പറയുന്നത്, therefore submit to God, resist the devil and he will flee from you. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Hallelujah. That is the scripture. So you must hold on that scripture. Hallelujah. So understand this fact. See, if a infirmity or a situation bringing you down from praying, from prayer, or from being fellowship with the Lord, or from reading of God, so if any situation tries to put you down from the things of God, you must understand the source came from the devil. Okay, so what you should do, if a sickness or symptom is trying to make you weak in faith, or trying to make you not to pray or to read Bible, it removing the enthusiasm to rejoicing in the Lord, what you should do,
By understanding the fact it is by the source of the devil, you must resist it and cast it out in Jesus' name. Okay? ഏതെങ്കിലും ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു ബലഹീനത, ഏതെങ്കിലും ഒരു രോഗം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അകറ്റി പുറകോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളെ പ്രാർത്ഥിക്കാനുള്ള മൂഡിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളയുന്നതെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, അത് ദൈവത്തിൽ നിന്നുള്ള സോഴ്സ് അല്ല, അത് പിശാചിൽ നിന്നുള്ള തന്ത്രമാണ്, പിശാചിൽ നിന്നുള്ള സോഴ്സാണ്. പുറത്തുനിന്ന് പിശാച് ശ്രമിക്കുകയാണ്, എന്തുകൊണ്ട് രോഗം വിട്ട് നിങ്ങളെ ബലഹീനപ്പെടുത്തി ഭാരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനോട് എന്ത് ചെയ്യുക? എതിർക്കുക. ദൈവവചനത്താൽ അതിനെ എന്ത് ചെയ്യുക? ശാസിച്ച് പുറത്താക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ റിജോയ്സ് ഇൻ ദ ലോർഡ്, ഹി ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ ഷീൽഡ്, ഡോണ്ട് ഫോർഗെറ്റ്. എന്നിട്ട് ദൈവത്തിൽ സന്തോഷിക്കുക, കാരണം ദൈവം നമുക്ക് ആരാണ്? രക്ഷയും നമ്മുടെ പരിചയമാണ്. ഓക്കെ, another one scripture it says, in the word it is very clear in I guess Psalm 27 അല്ലേ, നമ്മൾ സങ്കീർത്തനങ്ങൾ 27 ഒരു വാക്യം ഉണ്ടല്ലോ, 27 എന്താ പറഞ്ഞേക്കുന്നത്? Psalms 27 it says like this. Okay, the Lord is my light and my salvation, whom shall I fear? The Lord is the strength of my life, of whom shall I be afraid? Hallelujah. Hallelujah. Thank you, Jesus. So don't forget, don't be, hallelujah. Thank you, Jesus. Thank you, Jesus. The Lord is your strength. The Lord is your shield. Okay. In Psalms chapter 43 verse 5 says, സങ്കീർത്തനം 43:5, why are you cast down, O my soul, and why are you disquieted within me? Hope in God, for I shall yet praise him, and help of my countenance and my God. അവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാണ്? എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവവുമാകുന്നു. ഹാലലൂയ. അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവവുമാകുന്നുണ്ട്. മനസ്സ് മടുത്തു പോരുത്. സോ ഗാഡ് ഈസ് വിത്ത് യു and God is your strength. God bless you and have a blessed day. God is with you. Have a blessed day. Bye-bye.